തമൻജുറോങ് CC ഓർഗനൈസ് ചെയ്ത ഒരു ട്രിപ്പിൽ ഞങ്ങൾ ഗാർഡൻസ് ബൈ ദ ബേയിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പിൽ പോണത്. അപ്പോൾ ഇവിടുത്തെ ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിൽ. നമുക്കറിയില്ല ആരൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് ബുക്ക് ചെയ്തത്. പക്ഷേ പോണ സമയമായപ്പോൾ ആൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും അശ്വതിയും മോളും കൂടി ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അശ്വതി മോള് എൻ്റെ മോള് ഉണ്ട് ഇവിടെ. അതാ ഞങ്ങളുടെ ബസ് എത്തി. ഇവിടെ 10 മണിക്ക് എത്താനാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതുപോലെ 10 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. എനിക്ക് വീട്ടിൽ നിന്ന് 10 മിനിറ്റ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അശ്വതി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് നടന്നു വന്നു. അപ്പം കറക്റ്റ് ടൈമിന് തന്നെ ബസ് വന്നു. 10:15 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. Okay, we're gonna take big pictures. I want to three. Okay, when we say one. ഞങ്ങൾ 10:45 ഗാർഡൻസ് ബൈ ദ ബേ എത്തി. അപ്പോൾ ബസ്സിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് സീറ്റ് ഒഴിവായി കിടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം. ഇത് ശരിക്കും ഞങ്ങൾക്ക് $13 ആയിട്ടുള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. ശരിക്കും ഇവിടെ ഫ്ലവർ ഡോം കാണാനും പിന്നെ ക്ലൗഡ് ഫോറസ്റ്റിനൊക്കെ $40-50 ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് നോൺ വെജാണോ വെജാണോ വേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ നോൺ വെജാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ ഫുഡ് ഇപ്പം തന്നെ തരുന്നുണ്ട് നമുക്ക്. ഫുഡ് മാത്രമല്ല വെള്ളവും തരുന്നുണ്ട്. ഒരു ബോട്ടിൽ വെള്ളം തന്നു. അങ്ങനെ ഫുഡും വെള്ളമായിട്ട് നമ്മൾ സൂപ്പർ ട്രീയുടെ അവിടേക്ക് ആദ്യം കടന്നു. ഇതാണ് സൂപ്പർ ട്രീ. ഇതിൻ്റെ ബാക്കിലായിട്ട് മെറീന ബേ സാൻഡ്സ് കണ്ടില്ലേ ഹോട്ടൽ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്ന് ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ക്രിസ്മസിൻ്റെ സമയത്ത്. ഫ്ലവർ ഡോമിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഫുഡൊന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്ത ഫുഡിൽ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫില്ലറ്റ്, അതുപോലെ ഫിഷിൻ്റെ ഒരു ഐറ്റം, അങ്ങനെ കുറച്ച് ഐറ്റംസോട് കൂടി തന്നു. പിന്നെ ഒരു ചമ്മന്തി പോലെ ഒരു പാക്കറ്റ്. ഈ സൂപ്പർ ട്രീയിൽ രാത്രി ലൈറ്റ് ഷോ ഉണ്ടാവും. അത് ഞാൻ ആ ക്രിസ്മസ് വണ്ടർലാൻഡിൻ്റെ വീഡിയോ ഇട്ടതിൽ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഡെയിലി നൈറ്റിൽ 7:45 to 8:45 ആണ് ആ ലൈറ്റ് ഷോ. അത് ഫ്രീ ആണ് കേട്ടോ. പക്ഷേ ക്രിസ്മസ് ഇവൻ്റൊക്കെ നടക്കുമ്പോൾ ഇവിടേക്ക് കയറാൻ അഡ്മിഷൻ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ഈ ഷോ കാണാൻ പറ്റുക. അല്ലെങ്കിൽ പുറത്ത് നിന്നാലത് കാണാനൊക്കെ പറ്റും. അങ്ങനെ കാണുന്നവരുണ്ട്. ലാസ്റ്റ് ഇയർ ക്രിസ്മസിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ട് തന്നെ ഇവിടുത്തെ ആ ഷോ ഒക്കെ കണ്ടത്. സൂപ്പർ ട്രീയുടെ അവിടെ നിന്ന് നേരെ പോയ ഈ ഫ്ലവർ ഡോം എത്തുമായിരുന്നു. പക്ഷെ ഞങ്ങൾ സൈഡിലുള്ള ഒരു വഴി കൂടെ പോയത്. അപ്പോൾ അവിടെ ആമ്പലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വഴി പിടിച്ച് അങ്ങനെ പോയി. അങ്ങനെ ആ വഴി കൂടെ കയറി വരുമ്പോൾ ഒരു ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്തേക്കണം കണ്ടു. അപ്പോൾ അതിലൊരു 5-6 ഫിഷ് ഉണ്ട്. വലിയ മീനുകളാണ്. അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ക്യാറ്റ് ഫിഷോ അങ്ങനെ എന്തോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ പതുക്കെ ആ പടികൾ കയറി ചെല്ലുമ്പോൾ പിന്നെ എത്തണത് കാക്ടസ് ഗാർഡനിലാണ്. അപ്പോൾ പലതരം കള്ളിച്ചെടികൾ അവിടെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നിറച്ച് കള്ളിച്ചെടികളാണ്. പലതരത്തിലുള്ളതുണ്ട്, ചെറുതും വലുതുമായിട്ട്. എല്ലാത്തിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. ഈ കാക്ടസിന് കൂടുതലും വേണ്ടത് ചൂടാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചൂട് അനുഭവപ്പെടും. മുകളിൽ ഫാൻ ഉണ്ടെങ്കിലും അതിന് കുറച്ച് ചൂടാണ് വരണേന്ന് തോന്നി.
ഫ്ലവർ ഡോമിലൊക്കെ കയറുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ കയറിപ്പോയത് നന്നായി എന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാവിടെയും കണ്ട് നടന്ന് വരുമ്പോൾ നമ്മളിവിടെ എത്തുമ്പോഴേക്കും വയ്യാണ്ടാവും. അപ്പോൾ പിന്നെ ഇത് വേണ്ടാന്ന് വെച്ചേനെ. ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയാതെ വന്ന് പെട്ടതാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ ഇതിലേ അങ്ങനെ പോയി. ഞാൻ വലിയ കാര്യത്തിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഗോപ്രം കൊണ്ടുപോയതാണ്. എൻ്റെ സ്പ്രിങ് ഹെയർ ഇതുമ്മേ കൊളത്തി വലിച്ചു. ആ ഒരു സീൻ എടുക്കാൻ പറ്റിയില്ല, എൻ്റെ കയ്യിലല്ലായിരുന്നു ആ ക്യാമറ. മുടിയൊക്കെ അതിൽ നിന്ന് വിടിയിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ മൂവ് ചെയ്തു. ശരിക്കും ഇവിടെ നിന്നാണ് കാക്ടസ് ഗാർഡനിലേക്കുള്ള എൻട്രി വരുന്ന സ്ഥലം. പക്ഷെ ഞങ്ങൾ കയറിയത് ബാക്കിൽ കൂടെ കയറിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫ്ലവർ ഡോമിലേക്കാണ് ആദ്യം പോയത്. പിന്നെയാണ് ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് പോയത്. ഈ ഒരു ഗാർഡൻസ് ബൈ ദ ബേ ആക്കിയിട്ടൊരു 10 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റൊക്കെ വന്നത് 2011-12 ആ സമയത്താണ്. ഞാൻ ഫസ്റ്റ് ടൈം വന്നത് 2012 വന്നിട്ടുണ്ട് ഈ ഫ്ലവർ ഡോം കാണാൻ. പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. അപ്പോഴത്തേനായിട്ടും കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ അന്ന് പിന്നെ നൈറ്റിലാണ് വന്ന് കണ്ടത്. അപ്പോൾ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ടിക്കറ്റൊക്കെ ഇവിടെ സ്കാൻ ചെയ്തു. അങ്ങനെ പൂക്കളുടെ പറുദീസയിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. ഫ്ലവർ വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്ത ആ എൻട്രൻസിലൂടെ ഡോറ് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ നല്ല കൂൾ ക്ലൈമറ്റാണ് കേട്ടോ. നമ്മൾ നല്ല തണുപ്പുള്ളൊരു സ്ഥലത്തെത്തിയ പോലെയാണ്. പോരാത്തതിന് ഇഷ്ടം പോലെ പൂക്കളാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത്. എല്ലാവരും ഇവിടെ നിന്നേ ഫോട്ടോ എടുത്ത് തുടങ്ങി. ആദ്യം തന്നെ കണ്ടത് ഹൈഡ്രാഞ്ചിയാണ്. പിന്നെ അങ്ങോട്ട് പേരുകളൊന്നും അറിയാത്ത ഇഷ്ടം പോലെ പൂക്കളാണ്. ഹൈഡ്രാഞ്ചിയുടെ അടുത്ത് തന്നെ നമ്മുടെ സ്വന്തം ചെണ്ടുമല്ലിപ്പൂ നിൽക്കുന്നുണ്ട്. നല്ല വലിയ വലിയ പൂക്കളാട്ടോ. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഏരിയയിൽ സൗത്ത് ആഫ്രിക്കൻ പ്ലാന്റ്സ് അങ്ങനെ ഓരോ പൂക്കളും പ്ലാന്റ്സിനെയൊക്കെ പാർട്ടാക്കി ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പേരൊന്നും ചിലതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തി കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ പൂക്കളെ ഞാനിങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. കുറേ അധികം പൂക്കളാണ്. നമുക്ക് അവിടെ നിന്നിങ്ങനെ എന്തിനെ എടുക്കണ്ടേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. പിന്നെ എല്ലാവരുടെയും മിക്ക സ്ഥലത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നും. അപ്പോൾ എല്ലാവിടെയും നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കവർ ചെയ്തു. ഈ ഒരു വീഡിയോയിൽ ഫ്ലവർ ഡോമിലേക്ക് കടന്നിട്ടുള്ള കുറച്ചൊരു ഏരിയയാണ് ഞാൻ കാണിച്ചേക്കണത്. അവിടെയുള്ള പൂക്കളും കാര്യങ്ങളും. അപ്പോൾ ഇനിയും ഇതിൽ കുറേ അധികം കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയും വാച്ച് ചെയ്യണം കേട്ടോ. ഈ പൂക്കളെ എല്ലാവരും കാണാൻ ആസ്വദിക്കുക. ഇനിയും നമ്മൾ ഈ പൂക്കൾക്കിടയിലൂടെയുള്ള സഞ്ചാരം ഇനിയും തുടരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.